ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രവി. ഇപ്പോൾ ഉള്ളത് ഐസ്ലാൻഡിലാണ്. ഇന്നത്തെ ടെമ്പറേച്ചർ -4. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കപ്പലിൽ ലൈഫ് ബോട്ട് ഉണ്ട്. അതായത് നമ്മൾ സർവേ ചെയ്ത് രക്ഷപ്പെടാനായിട്ട് ഉപയോഗിക്കുന്ന ബോട്ട്. ആ ബോട്ടിൻ്റെ അകത്ത് എങ്ങനെ ഫ്യൂവൽ നിറയ്ക്കാം, അല്ലെങ്കിൽ എന്ത് ഫ്യൂവലാണ് നിറയ്ക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയർ നമ്മുടെ കപ്പലിൽ ഫോളോ ചെയ്യണത് എന്തൊക്കെയാണ്, അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബങ്കർ സൈഡ് ഗേറ്റ്. ഇവിടെ കൂടിയാണ് ഇവിടെയാണ് നമുക്ക് ഫ്യൂവൽ ഓയിൽ എടുക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ കുറച്ച് വാൽവ്സൊക്കെ ഉണ്ട്. ഉണ്ടാ ലൈഫ് ആൻഡ് ടെൻഡർ ബോട്ട് MGO ഫില്ലിംഗ് വാൽവ്. അപ്പോൾ നമ്മളിത് തുറക്കും ഈ വാൽവ്. അതിനുശേഷം നമുക്ക് ഈ പെട്രോൾ പമ്പിലൊക്കെ കാണുന്ന പോലെ കാറിനും ബൈക്കിനൊക്കെ ഒഴിക്കുന്ന നോസിലുണ്ടല്ലോ, ആ നോസിൽ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ക്യാനിൽ പകർത്തിയിട്ട് ക്യാനിൽ നിന്ന് നമ്മൾ ബോട്ടിലേക്ക് കൊണ്ടുപോവാണ്. സാധാരണ ഇപ്പോൾ നമ്മൾ ബോട്ട് വെള്ളത്തിലാണെങ്കിൽ നമ്മൾ അവിടെ ഒരു ഡോറുണ്ട്, ഷെൽ ഡോർ. ആ ഡോർ തുറന്നിട്ട് ബോട്ട് അപ്പുറത്ത് വരുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്യാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ ഇത് ക്യാരി ചെയ്ത് ഡെക്ക് 5 കൊണ്ടുപോയി ബോട്ടിൽ ഒഴിക്കാൻ പോകാൻ ഡയറക്റ്റ്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ട് നിഷു അപ്പോൾ ECRൽ വിളിക്കും, എൻജിൻ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് അവരോട് നമ്മൾ ഈ വാൽവ് ഓപ്പൺ ചെയ്യാൻ പറയും അവിടെ നിന്ന്. എന്നിട്ട് നമ്മളിവിടെ മാനുവലി ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഫ്യൂൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിഷു കോൾ ചെയ്തോ. No, no problem, sir. Can you please switch on the pump so we'll start filling? Okay, thank you. അപ്പോൾ നമ്മൾ ECRൽ വിളിച്ച് പമ്പ് ഓൺ ചെയ്യാൻ പറഞ്ഞു. ഇനി നമ്മളിത് അവിടെ പാനലിൽ പമ്പ് ഓണായി. ഇനി നമ്മൾ ഈ വാൽവ് തുറക്കും. ഈ വാൽവ് തുറന്നതിന് ശേഷം നോസിലിൽ പ്രസ് ചെയ്ത് നമ്മൾ ഒരു ക്യാനിലേക്ക് ഫ്യൂവൽ നിറയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ക്യാൻ. നമുക്ക് 6 ക്യാൻ ഉണ്ട്. ഇതുപോലത്തെ 6 ക്യാനുണ്ട് നമ്മുടെ കയ്യിൽ. 3 എണ്ണം ഇവിടെ, 3 എണ്ണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 18-20 ക്യാൻ നിറക്കേണ്ടി വരും ഫുൾ ടാങ്ക് ആവാൻ. 600 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി ബോട്ടിൻ്റെ. ഒഴിച്ചോ കണ്ട, നോസിൽ ഉപയോഗിച്ച് നമ്മൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നു, ഈ ക്യാൻ ഫില്ല് ചെയ്യുന്നു. ഇത് 6 എണ്ണം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ എൻജിൻ റൂമിൽ വീണ്ടും വിളിച്ചിട്ട് പമ്പ് ഓഫ് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം നമ്മൾ ഈ ക്യാൻ ക്ലോസ് ചെയ്തിട്ട് ഡെക്ക് 5ലേക്ക് പോകും. അവിടെ നിന്ന് നമ്മൾ ഡെക്ക് 6ലാണ് ബോട്ടേക്ക് ക്യാരി ചെയ്ത് കയർ വെച്ച് പുള്ള് ചെയ്തിട്ട് നമ്മൾ മേളിൽ കൊണ്ടുപോയിട്ട് ടാങ്ക് ഫില്ല് ചെയ്യും. അപ്പോൾ നമ്മുടെ ക്യാൻ ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 ക്യാൻ നമ്മൾ ഫില്ല് ചെയ്ത് ഇനി നമ്മൾ ഈ ക്യാൻ മേലിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ കപ്പലിൽ നിന്ന് നോക്കുമ്പോൾ ഇന്നത്തെ വ്യൂ ഇതാണ്. നല്ല സൂപ്പർ മല. സമ്മറാണ് ഇവിടെ, പക്ഷേ ടെമ്പറേച്ചർ ഇപ്പോഴും -4 ആണ്. വിൻ്ററിൽ -20 ആ ഒരു ലെവലിലാണ് വരാറ്. ഇപ്പോൾ കുറച്ച് സൺലൈറ്റൊക്കെ ഉണ്ട്. സോ നമ്മളിപ്പോൾ നമ്മുടെ നിറച്ച ഫ്യൂവൽ ക്യാൻസ് നമ്മൾ എംബാർക്കേഷൻ ഡെക്കിൽ കൊണ്ടുവന്ന്, ബോട്ട് എംബാർക്കേഷൻ ഡെക്കിൽ നമ്മുടെ ലൈഫ് ബോട്ട്സ് കാണുന്നതൊക്കെ ലൈഫ് ബോട്ട്സാണ്. അപ്പോൾ നിഷു ഇപ്പോൾ അതേ മേലിലേക്ക് കയറാണ്.
അപ്പോൾ നമ്മുടെ ഫ്യൂവൽ ക്യാൻസ് നമ്മൾ ഓൾറെഡി ബോട്ടിൽ എത്തിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ബങ്കറിൻ്റെ നമ്മൾ ഫ്യൂവൽ നിറയ്ക്കണ ആ ക്യാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വേറൊരു നോസിലുണ്ട്. ആ നോസിൽ കണ്ട, ഈ നോസിൽ നമ്മൾ ഈ ക്യാനിലേക്ക് ഫിക്സ് ചെയ്യും. ക്യാനിലേക്ക് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ മാനുവലി ഒഴിക്കുകയാണ് ചെയ്യണത്. ഒരു ലോക്ക് ഉണ്ട് ഇവിടെ. ആ ലോക്ക് ഇതിനകത്തേക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ നമുക്ക് ഈ ബോട്ടിൽ 2 ടാങ്ക് ഉണ്ട്. ടോട്ടൽ കപ്പാസിറ്റി ടാങ്കിൽ 600 ലിറ്ററാണ്. അതാണ് ഇവിടെ 2 ഓപ്പണിങ്സ് ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു ക്യാപ്പ് ഓപ്പൺ ചെയ്തു, ഇതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണം കൂടി ഉണ്ട്. ഇപ്പോൾ 2 എഞ്ചിനും വേറെ വേറെ ടാങ്കാണ്. നമ്മുടെ ടാങ്ക് ഓൾമോസ്റ്റ് ഫുള്ളായി എന്ന് തോന്നുന്നു. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓൾമോസ്റ്റ് ഫുള്ളാണ് 2 ടാങ്കും. ഇനി ഒരു ക്യാനും കൂടി ചിലപ്പോൾ കയറിയിരിക്കും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇങ്ങനെയാണ് നമ്മൾ ലൈഫ് ബോട്ടിൻ്റെ ഫ്യൂവൽ ടാങ്ക് ഫിൽ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ബങ്കറിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അമീല ആൻഡ് നിഷു. രണ്ടുപേരും എൻ്റെ കൊളീഗ്സാണ്, ഫ്രണ്ട്സാണ്. അവർക്ക് താങ്ക്സ് സോ മച്ച് ടു അമീല ആൻഡ് നിഷു ഫോർ സപ്പോർട്ടിങ് മീ. സോ സീ യു സോൺ ഓൺ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ബൈ.